ഹായ് ഫ്രണ്ട്സ്, ഫ്ലോപ്പ് ആകാതെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ? നല്ല ഈസി ആയിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതും വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും പൊറോട്ട കിട്ടും. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ മാവാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ മുട്ട പൊട്ടിച്ചൊഴിച്ച മിശ്രിതത്തിലോട്ട് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ ഒരു ഗ്ലാസ്സിന് തന്നെ 3/4 കപ്പ് എടുക്കണം കേട്ടോ. ഇനി മാവ് കുറേശ്ശെയായിട്ട് നമ്മുടെ മുട്ടയും വെള്ളവും പഞ്ചസാരയും ഉപ്പൊക്കെ കൂടെ മിക്സാക്കിയ മിക്സിലോട്ട് കുറേശ്ശെ ആയിട്ട് ആ മാവ് ഒന്ന് കലക്കിയെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂണ് സോഡ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി നേരം മാവ് വെച്ചിരിക്കാനൊക്കെ പറ്റുകയല്ലെങ്കിൽ ലേശം സോഡ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാവ് ഒത്തിരി നേരം വെക്കാൻ പറ്റുമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ കുറേശ്ശെയായിട്ട് മാവ് ചേർത്ത് കൊടുത്ത് മൊത്തം മാവും കുഴച്ചെടുക്കാം. അപ്പം മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 ലിറ്റർ അളവ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ആയി പോകാതെ നോക്കണം. അങ്ങനെ കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്ത് മാവ് മുഴുവനും നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവിനെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റേജിലും കൂടെ ലേശമാണ് വെള്ളം തളിച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് കുറയരുത് കേട്ടോ. 10 മിനിറ്റ് നല്ലോണം കൈവിടാതെ ഒന്ന് കുഴച്ച് കൊടുക്കുമ്പോഴാണ് മാവ് നല്ലൊരു സോഫ്റ്റായി കിട്ടുക. അപ്പോൾ 10 മിനിറ്റ് നല്ലവണ്ണം കുഴച്ചെടുത്ത മാവാണിത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം 1.5 കിലോ മാവിന് ലേശം മാവ് നമ്മൾ പരത്തുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ലേശം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ച മാവിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ്, ഞങ്ങളിവിടെ കുറച്ച് ഡാൽഡയാണ് കേട്ടോ എടുത്തിരുന്നത്. ഡാൽഡയോ വെളിച്ചെണ്ണയോ നെയ്യോ സൺഫ്ലവർ ഓയിലോ നമ്മുടെ കയ്യിൽ ഏതാണോ എണ്ണ ഉള്ളത് അത് കുറച്ച് ഒരു ടീസ്പൂണ്, ഒരു 2 ടീസ്പൂൺ അളവിൽ തേച്ച് നല്ലോണം ഒന്ന് ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇതൊരു നനച്ച് പിഴിഞ്ഞ് ഒരു കോട്ടൺ തുണിയാണ്. ഇതിങ്ങനെ 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അതിനും എണ്ണ വേണം കേട്ടോ. എണ്ണയോ നെയ്യോ ഡാൽഡ എന്തായാലും മതി. അപ്പം മാവ് ബോൾസ് ആക്കുന്നത് ചുമ്മാ എടുത്ത് ഉരുട്ടുമല്ല, മാവിന് ലേശം ഒന്ന് പരത്തിയിട്ട് ഉള്ളിലോട്ട് വെച്ച് ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉരുട്ട് വരുന്നത് ശരിയാകുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ലേശം പരത്തിയിട്ട് ഇതിൻ്റെ നടുവിലോട്ട് ചെറിയൊരു പീസ് വെച്ച് കൊടുത്ത് ഉള്ളിലോട്ട് അങ്ങ് നീക്കി വെച്ചിട്ട് ഉരുട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ കുറച്ച് വലിയ ബോൾസായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉരുട്ടി വെച്ചിരുന്ന ഓരോ ബോൾസും നല്ലോണം ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ എണ്ണ, ഏതെണ്ണയായാലും കുഴപ്പമില്ല. എല്ലാ ബോൾസിലും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് 1.5 കിലോ മാവിൽ ഈ 13 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. വലിയ രീതിയിൽ എല്ലാം നല്ലോണം എണ്ണ തടവിയിട്ട് വീണ്ടും നനച്ച് പിഴിഞ്ഞൊരു തുണി കൊണ്ട് മൂടി കൊടുക്കാം. ഇതും ഇങ്ങനെ തന്നെ 1 മണിക്കൂർ ഇരിക്കട്ടെ. ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വെക്കാൻ സമയമില്ല എന്നുള്ളവർ കുറച്ച് സോഡ ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നെയ്യോ എണ്ണയോ വീണ്ടും തടവി
നമുക്ക് ഈ പരത്തി വെച്ചിരുന്ന ഉരുണ്ട ഉണ്ടല്ലോ, ഇതിനെ നല്ലോണം ഒന്ന് പരത്തി വീശിയെടുക്കാം. ഇപ്പം ഞങ്ങളിവിടെ മാവ് വീശുന്നത് ഡൈനിങ് ടേബിളിലിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ അരപ്രൈസ് ഉണ്ടാവുമല്ലോ അവിടെ ഇട്ടാലും മതി. ഇപ്പം ചെറിയ രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വീശു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ഉരുണ്ട നമ്മളിവിടെ 3 പൊറോട്ടയ്ക്ക് റെഡിയാക്കുന്നുണ്ട്. അത് നമ്മൾ വീശി അടിച്ചിട്ട് ഇത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ലേശം എണ്ണ നല്ലോണം രാവി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ അതിൽ ലേശം ഒന്ന് തൂവി കൊടുക്കാം. അതിന് ശേഷം ഇത് 3 പീസായിട്ട് എടുത്തു കൊടുക്കാം. 3 പീസായിട്ട് എടുത്തിട്ട് അതൊന്നുകൂടെ ഒന്ന് നീട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ആ വലിയ ബോളില്ലേ അത് നമ്മൾ വീശി അടിച്ചിട്ട് 3 പീസാക്കിയിട്ടുണ്ട്. ആ 3 പീസിനെ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാത്തിൻ്റെ മേളിലും ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം എല്ലാത്തിൻ്റെ മേളിലും ലേശം എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം ഒരു നനഞ്ഞ തുണിയിട്ട് നനച്ച് പിഴിഞ്ഞ തുണിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ പൊറോട്ട ചുട്ടെടുക്കേണ്ടത് അന്നേരം ഇതെടുത്ത് ലേശം കൈവച്ചൊന്ന് പരത്തിയിട്ട് ദോശക്കല്ലിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് 1.5 കിലോ മാവിൽ നിന്ന് എത്ര പൊറോട്ടയ്ക്കുള്ള മാവാണ് കിട്ടിയതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 1.5 കിലോ മാവിന് അതിൽ ലേശം ബാക്കി വന്നിരുന്നു കേട്ടോ. 41 പൊറോട്ടയ്ക്കുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊറോട്ട വീശി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളപ്പം ചുട്ടെടുക്കാം. അതുവരേക്കും ഒരു നനഞ്ഞ് പിഴിഞ്ഞ തുണി കൊണ്ട് ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ മാവ് എടുത്തിട്ട് ലേശം എണ്ണ അതിൻ്റെ മേളിൽ തൂത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് നല്ലോണം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ചപ്പാത്തി പലക കൊണ്ട് ഒന്ന് മേളിൽ കൂടെ ഒന്നും കൂടെ നൈസാക്കാൻ വേണ്ടി ഒന്ന് പയ്യെ, ഒത്തിരി പ്രസ് ചെയ്യരുത് കേട്ടോ, പയ്യെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് തന്നെ നൈസായിട്ടൊന്ന് പരത്തിയെടുത്താലും മതിയാകും. ഇത് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒന്നും കൂടി എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പരത്തിയ പൊറോട്ട നമ്മുടെ കല്ലിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കല്ലിലിടുന്ന നേരവും ലേശം എണ്ണ കോരി ഒഴിക്കുകയല്ല, നമ്മളിങ്ങനെ ഒന്ന് തടവി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണപ്പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് പൊറോട്ടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മറിച്ചിട്ടിട്ടും ലേശം ഒന്ന് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത്. അപ്പം ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ 41 പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തം ചിലവായത് 150 ഗ്രാം എണ്ണയാണ് കേട്ടോ. അതിലും ലേശം ബാക്കിയുണ്ടായിരുന്നു. നമ്മളിങ്ങനെ തളിച്ചാണല്ലോ കൊടുക്കുന്നത്, കോരി ഒഴിക്കുന്നൊന്നുമില്ലല്ലോ. അതിന് ശേഷം ഒരു 6-7 പൊറോട്ട ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുക കേട്ടോ. വേറെ ഏത് രീതിയിൽ ചെയ്താലും ഇത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നല്ലോണം 4 സൈഡ് നല്ലോണം അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ പൊറോട്ട കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറിലായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരും ഫ്ലോപ്പായി പോയവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കേരള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ ലെയറൊക്കെ മുകളിലോട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം ബായ്.